പി.എസ്.സി പഠനത്തിന് റാങ്ക് ഫയൽ നിർബന്ധമാണോ? നമുക്ക് പരിശോധിക്കാം. പി.എസ്.സി പഠിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരും ആദ്യം ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങിയിട്ട് അത് ആദ്യം തൊട്ട് വായിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാമെന്നാണ്. ആദ്യകാലത്തൊക്കെ ഇറങ്ങിയിരുന്ന റാങ്ക് ഫയലുകളെന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ഒറ്റ ഒരു ബുക്കായിരിക്കും അതിലെല്ലാ സബ്ജക്റ്റുകളും ഉൾക്കൊള്ളിച്ച് കുറേയധികം GK ചോദ്യങ്ങൾ പഠിച്ച് തീർക്കുക എന്നായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പോസിബിൾ ആണോ? റാങ്ക് ഫയലുകളെന്ന് പറയുമ്പോൾ 3ഉം 4ഉം വോളിയവുമായിട്ട് ഓരോ സബ്ജക്റ്റുകളും ഓരോരോ റാങ്ക് ഫയലായിട്ട് പല പല പാർട്ടുകളായിട്ടാണ് ഇറക്കുന്നത്. അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ലൈൻ ബൈ ലൈൻ പഠിച്ചു തീർക്കുന്നതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ റാങ്ക് ഫയലൊക്കെ ഇല്ലാതെ പി.എസ്.സി പഠിക്കാൻ പറ്റുമോ? കുറേ പേരുടെ ഡൗട്ടാണ്. കുറേ പേർക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ റാങ്ക് ഫയലിൻ്റെയൊക്കെ വില കേട്ടാൽ ഈ 4 വോളിയത്തിനും കൂടെ 2000 രൂപയൊക്കെ അടുപ്പിച്ചാകും. അപ്പോൾ ഈ റാങ്ക് ഫയൽ വാങ്ങിക്കാതെ പി.എസ്.സിയിൽ റാങ്ക് നേടാനായിട്ട് പറ്റുമോ? എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരവെന്ന് പറയുന്നത് പറ്റും എന്ന് തന്നെയാണ്. 100% നമുക്ക് പറ്റും. റാങ്ക് ഫയൽ പി.എസ്.സി പഠനത്തിന് നിർബന്ധമൊന്നുമല്ല. എന്നാൽ നമുക്ക് ടോപ്പിക്കുകൾ ഇങ്ങനെ നോക്കി എവിടുന്നേലുമൊക്കെ കണ്ടെത്തി സോഴ്സുകളായിട്ട് പഠിക്കുന്നതിന് പകരം എല്ലാം കൂടെ ഒറ്റ ബുക്കിൽ കിട്ടുമ്പോൾ വായിച്ചു പഠിക്കുന്നു എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞ് പി.എസ്.സിയിൽ റാങ്ക് നേടാൻ റാങ്ക് ഫയൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ പിന്നെ നമുക്ക് ഈ കണ്ടൻറ്റുകളൊക്കെ എവിടെ നിന്ന് കിട്ടും? പി.എസ്.സി ഒരു സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് കഴിയും എന്ന് നോക്കാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും മെയിൻ സോഴ്സായിട്ട് എടുക്കാൻ കഴിയുന്നത് SCERT ആണ്. അറിയാമല്ലോ, SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഇപ്പോഴത്തെ പ്രാധാന്യം. നിങ്ങൾക്ക് പൈസ ചിലവില്ലെങ്കിൽ തന്നെ എല്ലാവർക്കും എന്തായാലും ഫോണും നെറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സമഗ്രയുടെ സൈറ്റിൽ നേരിട്ട് കയറിയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെയും മലയാളം PDF സഹിതം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് മെയിൻ സോഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ സബ് സോഴ്സുകളായിട്ടുള്ള റാങ്ക് ഫയലിൻ്റെ ആവശ്യം? നിങ്ങൾ SCERT പഠിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയിലെ മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആകും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് SCERT ടെക്സ്റ്റ് ബുക്കുകൾ. ആദ്യം നിങ്ങൾ 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കുക. ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ +1 +2 ടെക്സ്റ്റ് ബുക്കുകളും കൂടെ, അതും നിങ്ങൾക്ക് സമഗ്രയുടെ സൈറ്റിൽ കയറുകയാണെങ്കിൽ മലയാളം ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും മലയാളം PDFകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു കാര്യമാണ് പത്രവായന ശീലമാക്കുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവരും മനസ്സിൽ ചിന്തിക്കും, പത്രം വായിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് റാങ്ക് ഫയൽ അങ്ങ് വാങ്ങിച്ച് പഠിച്ചാൽ പോരേന്ന്. പത്രവായനയ്ക്ക് പത്രം വീട്ടിൽ വരുത്തണം എന്നുള്ള നിർബന്ധമില്ല. ഈ പത്രവാർത്തകളൊക്കെ കണ്ടൻറ്റുകളായിട്ട് കിട്ടുന്ന ഒരുപാട് ചാനലുകളുണ്ട്. യൂട്യൂബ്, ടെലിഗ്രാം ചാനലുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പത്രത്തിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകളായിട്ട് കട്ടിങ്ങുകളായിട്ട് കിട്ടും. അത് നിങ്ങൾ നോക്കിയിട്ട് എഴുതി വെച്ചാലും മതി. ഒരു ചിലവുമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ അവിടുന്ന് എടുത്ത് നിങ്ങൾക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ഒക്കെ എഴുതിയിട്ട് തിരിച്ച് കൊടുക്കാവുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. കാരണം കറണ്ട് അഫേഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ രീതിയിൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കറണ്ട് അഫേഴ്സ് നമ്മുടെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗമാണ്. 20 മാർക്ക് വരെ എല്ലാ PSC പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം SCERT സെറ്റാക്കുക. രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? അന്നുള്ള കറണ്ട് അഫേഴ്സ് നിങ്ങളൊരു ബുക്കിലാക്കി പോവുക. അപ്പോൾ അത് തന്നെ നിങ്ങൾക്കൊരു റാങ്ക് ഫയലായിട്ട് മാറ്റാനായിട്ട് കഴിയും. അതുപോലെ SCERT പോയിൻറ്റുകളും നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു 6 മാസം കഴിയുമ്പോഴത്തേനും സ്വന്തമായിട്ടൊരു റാങ്ക് ഫയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും പുറത്തിറങ്ങുന്ന റാങ്ക് ഫയലിൻ്റെ പുറകെ പോകേണ്ട ആവശ്യവും വരുന്നില്ല. അടുത്തത്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയകളെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ളതാണ്. ടെലിഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് ചാനലുകളെയൊക്കെ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ഒരു പേജാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ തന്നെ കണ്ടോ, ഇതുപോലെ ഒരുപാട് PDFകളും കറണ്ട് അഫേഴ്സുകളും നോട്ട്സും ക്ലാസ്സുകളും എല്ലാം നൽകുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സാമ്പിളായിട്ട് കാണിച്ചതാണ്. ഇതുപോലെ എത്ര ടെലിഗ്രാം ചാനലുകൾ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിനായിക്കോട്ടെ, നിങ്ങൾ പഠിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾക്കായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് പോളുകളും SCERTക്ക് ഉള്ള ഒരുപാട് ചാനലുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക.
അടുത്തതായിട്ട് യൂട്യൂബ് ചാനലുകളാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഏത് ടോപ്പിക്ക്, സിലബസിലെ ടോപ്പിക്ക് എടുത്ത് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളും വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂട്യൂബിൽ ഒത്തിരി ചാനലുകളിൽ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ കിട്ടും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എഴുതിയിട്ട് പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഓരോ സബ്ജക്റ്റിനെയും കുറിച്ചിട്ട് ക്ലാസ്സുകൾ പല ക്ലാസ്സുകൾ കേൾക്കുക. ഒരു ക്ലാസ്സിൽ നിന്ന് ചിലപ്പം എല്ലാ പോയിൻറ്റും കിട്ടിയെന്ന് വരത്തില്ല. യൂട്യൂബ് ചാനലുകളൊക്കെ എല്ലാവരും ക്ലാസ്സുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റാങ്ക് ഫയൽ വായിച്ച് പഠിക്കണം എന്നുള്ള നിർബന്ധമില്ല. നിങ്ങൾക്ക് ടോപ്പിക്ക് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കണ്ടൻറ്റുകൾ വീഡിയോ ക്ലാസ്സായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങളുടെ കൈപ്പടയിൽ എഴുതുമ്പോൾ അത് പിന്നീട് റിവിഷൻ ചെയ്ത് പഠിക്കാനും നിങ്ങൾക്കൊരു നല്ല റാങ്ക് ഫയലായിട്ട് ഭാവിയിലേക്ക് യൂസ് ചെയ്യാനുമൊക്കെ പറ്റും. പ്രിൻറ്റ് ചെയ്ത അക്ഷരങ്ങളേക്കാൾ നിങ്ങളുടെ അക്ഷരങ്ങളായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ AI ടൂളുകളൊക്കെ ഒരുപാട് ലഭ്യമാണ്. നിങ്ങൾ ഈ മാറി വരുന്ന ലോകത്തിനനുസരിച്ച് നിങ്ങളും എന്ത് ചെയ്യുക, മാറുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ പഠനത്തിന് ഉപയോഗിക്കുക. നമ്മുടെ ChatGPT, ജെമിനി പോലത്തെ ഒരുപാട് ടൂളുകൾ, ഒരുപാട് AI ടൂളുകൾ ഇപ്പം നിങ്ങൾക്ക് എന്തിനായിട്ട് യൂസ് ചെയ്യുക, AIയുടെ സോഫ്റ്റ്വെയറുകളൊക്കെ നിങ്ങൾക്ക് പഠനത്തിനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അതുപോലെ PSCയുടെ സൈറ്റിൽ കയറിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും എന്താണ്, നിങ്ങൾക്ക് ഈ റാങ്ക് ഫയലിൻ്റെ പ്രശ്നം അങ്ങ് തീരും. റാങ്ക് ഫയൽ ഇല്ലെങ്കിൽ പോലും PSCയിൽ നല്ലൊരു റാങ്ക് നേടാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുണ്ട്. എനിക്ക് റാങ്ക് ഫയലൊന്നും ഇല്ല, ഏത് റാങ്ക്, ഒരു റാങ്ക് ഫയലേ ഉള്ളൂ, അടുത്ത പരീക്ഷയ്ക്ക് പോയിട്ട് അടുത്തത് വാങ്ങാൻ പറ്റുമോ? അപ്പോൾ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വാങ്ങുക. പക്ഷേ അതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PSCയിൽ നല്ല രീതിയിൽ റാങ്കിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്